ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, 50 നോമ്പ് എന്ന് കേൾക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണം ഓർത്ത് നമുക്ക് സങ്കടമല്ലേ തോന്നാറ്? എന്നാൽ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഈശോയെ എന്നത്തേക്കാൾ കൂടുതൽ ഓർക്കാനും സ്നേഹിക്കാനും കിട്ടുന്ന അവസരമാണ് ഈ നോമ്പുകാലം. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഒന്നല്ലേ ഇത്? ഈ നോമ്പുകാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മിഠായും ഐസ്ക്രീമും ഒക്കെ വേണ്ടെന്ന് വെച്ച് നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ എല്ലാറ്റിനും ഉപരിയായി നമുക്ക് സ്നേഹിക്കാം. ഈ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ നോമ്പ് കാലത്തിന് മുൻപുള്ള ഞായറിനെ പേതുർത്ത ഞായർ എന്നാണ് വിളിക്കുന്നത്. കൂട്ടുകാരെ, പേതുർത്ത എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? തിരികെ വരിക, അവസാനിക്കുക, കടന്നു പോകുക എന്നാണ് ഇതിന്റെ അർത്ഥം. പുത്തർ എന്ന സുറിയാനി വാക്കിൽ നിന്നാണ് പേതുർത്ത എന്ന ഈ പദം ഉത്ഭവിച്ചത്. അങ്ങനെയെങ്കിൽ നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപ് വിശ്വാസികൾ അവരുടെ പഴയ ജീവിതശൈലി അവസാനിപ്പിച്ച് മറ്റൊന്നിലേക്ക് കടന്നു പോകുന്ന ഒരു പുതിയ ആരംഭദിനം എന്നിതിനെ പറയാം. ക്രിസ്ത്യാനികളായ നാം സമൃദ്ധമായ ഭക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പേതുർത്ത ആഘോഷിക്കുന്നത്. മലങ്കര പാരമ്പര്യത്തിൽ ഇതിനെ കൊത്തീനെ എന്നും അറിയപ്പെടുന്നു. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞായി മാറിയത് ഓർമ്മയില്ലേ കൂട്ടുകാരെ? കൽഭരണിയിൽ നിറഞ്ഞ വെള്ളം ഈശോ പ്രാർത്ഥിച്ചപ്പോൾ വീഞ്ഞായി മാറിയതുപോലെ വെള്ളമാകുന്ന നമ്മുടെ കൊച്ചു കൊച്ചു തെറ്റുകളും കുറവുകളും എല്ലാം ഈശോയുടെ സാന്നിധ്യമുള്ള ഈ നോമ്പ് കാലത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പ്രകാശപൂർണമായി മാറുന്നു. അതിനായി കൊച്ചു കൊച്ചു ത്യാഗങ്ങളും നന്മകളും ചെയ്തുകൊണ്ടും നന്നായി ഒരുങ്ങി കുമ്പസാരിച്ചുകൊണ്ടും ഈശോയുടെ നല്ല കൂട്ടുകാരെ നമുക്ക് മാറാം. അങ്ങനെ നമുക്ക് ഈശോയോട് ചേർന്ന് നടക്കാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നോമ്പ് കാലത്തിന്റെയും ഉയർപ്പ് തിരുനാളിന്റെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.